ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയെ അനുസ്മരിക്കുന്ന അവസരമാണ് ഓരോ നോമ്പുകാലവും. യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിനെ 40-ാം വെള്ളി മുതൽ ഉയർപ്പ് വരെയുള്ള 10 ദിവസം ഉൾപ്പെടുത്തി ക്രൈസ്തവ സഭ 50 ദിവസം നോമ്പ് ആചരിക്കുന്നു. നോമ്പ് ഒരു സഞ്ചാരമാണ്, ക്രൂശിതനെ അനുധാപനം ചെയ്തുകൊണ്ട് കുരിശിനെ ലക്ഷ്യം കൊണ്ടുള്ള യാത്ര. വലിയ നോയമ്പിൻ്റെ 15-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ദ ഹീലിംഗ് ഓഫ് പാരലൈസ്ഡ് മാൻ, കമ്പാനിയൻഷിപ്പ് ഓഫ് ഹീലിംഗ്. ദ ഹീലിംഗ് ഓഫ് പാരലൈസ്ഡ് മാൻ, കമ്പാനിയൻഷിപ്പ് ഓഫ് ഹീലിംഗ്. പക്ഷവാതക്കാരൻ്റെ സൗഖ്യം. നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പക്ഷവാത രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നോമ്പിലെ 3-ാം ഞായറാഴ്ചയിലെ വേദവായന. കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനിൽ നിന്നാണ് ഈ വേദഭാവന തുടങ്ങുന്നത്. ഈ വേദഭാഗം അവസാനിക്കുന്നത് രക്ഷ നേടി, സൗഖ്യം പ്രാപിച്ച്, പാപമോചനം നേടി കട്ടിൽ നിന്ന് വിമുക്തനാകുന്നതാണ്. ജീവിതത്തിലാണ് എത്രയെത്ര വ്യാഖ്യാനങ്ങൾ അധുരമായ മനുഷ്യജീവിതത്തെയാണ് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത്. 4 പേരെയാണ് 4 സുവിശേഷങ്ങളായി വ്യാഖ്യാനിക്കുന്നത്. വീണ്ടും 4 പേരുടെ വിശ്വാസമാണ് ഈ തളർന്നു കിടക്കുന്ന വ്യക്തിക്ക് പുതിയ ജീവനും രക്ഷയും നൽകുന്നത്. അങ്ങനെയെങ്കിൽ മാമോദീസയിലൂടെ തലത്തൊട്ടയാളുടെ ഒറ്റ വിശ്വാസം വഴിയായിട്ട് ഈ കുഞ്ഞിലേക്കും രക്ഷ നേടുന്നു എന്ന് പറയുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടാലോ. എന്തു തന്നെ ആയിക്കോട്ടെ, ക്രിസ്തുവിലേക്ക് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ട് ആണ് എത്തിക്കുന്നത്. എന്നാൽ അദ്ദേഹം ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തളർച്ച മാറി. ഇതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിലും. ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയാൽ എൻ്റെയും നിങ്ങളുടെയും തളർച്ച മാറും. ജീവിതത്തിൻ്റെ പാപരോഗങ്ങൾ അറിഞ്ഞു മാറാനായിട്ട് ഇടയാകും. അവൻ നമ്മളോട് എഴുന്നേൽക്കുവാനായി ശക്തമായി കൽപ്പിക്കും. അങ്ങനെയെങ്കിൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ തളർച്ചകളും അവൻ നീക്കും. ദേവാലയം, ആധ്യാത്മികത ഒക്കെ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണമേ, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് ഇതൊക്കെ വഴികാട്ടിയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ തളർച്ചയും മാറും. നമ്മൾ എഴുന്നേൽക്കുവാനായിട്ട് ഇടയാകും. യെശയ്യാവ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്ന പോലെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ, ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വന്ന് എഴുന്നേൽക്കാൻ നമുക്ക് ഇടയാകും. അതിന് ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.